പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന് വേണ്ടി ക്ലെയിം ഉയർത്തുന്നവർ അറിയാതെയെങ്കിലും ഏതെങ്കിലും ഒരു നിഗൂഢ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ടോ? ഇപ്പം സംഘപരിവാർ CPM അനുകൂല ഹാൻഡിലുകളൊക്കെ പറയുന്നത് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ അവരൊരു വിഭാഗമാണ്, ഒരു സമുദായമാണ്. അതിൽ തന്നെയുള്ള ചില ഇസ്ലാമിസ്റ്റുകളാണ് ഏറിയ പങ്കുമെന്നാണ്. ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണുന്നു. അല്ല, വി.ഡി. സതീശൻ കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുള്ള നേതാവായി മാറുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അങ്ങനെ ആയിത്തീരുന്നത് യഥാർത്ഥത്തിൽ മതേതരമായൊരു നിലപാടെടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ അങ്ങനെ നല്ല രീതിയിൽ കയ്യടി നേടിയതാണ്. പക്ഷേ കയ്യടിച്ചവരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു. അതാണ് പ്രശ്നം. മുസ്ലിം ലീഗാണ് അത് ഏറ്റെടുത്തത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ശരി, പക്ഷെ അവരന്ന് ഏറ്റെടുത്തു. പിന്നെ സതീശൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നി അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ പൊതുവെ സതീശൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സെക്കുലർ ലീഡർ എന്നതാണ്. അതിന് കളങ്കം വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ലീഗും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇങ്ങനെ എടുക്കുകയാണ്, വി.ഡി. സതീശൻ ഞങ്ങളുടേതാണ്, വി.ഡി. സതീശൻ അവരുടെ അല്ല, പക്ഷേ വി.ഡി. സതീശൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് സതീശനെ ഞങ്ങളങ്ങ് എടുക്കുന്നു എന്ന് പറഞ്ഞ് അവർ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭങ്ങളുണ്ടാക്കുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. മീഡിയ വൺ മൊത്തമായിട്ടും സതീശന് വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുന്നു. മീഡിയ വൺ ഷാഫി പറമ്പിലെതിരായിട്ട് പ്രസ്താവനകളും പ്രചാരണങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇതെല്ലാവരും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ്റെ സെക്കുലർ ഇമേജ് പോലും തകർക്കാനായിട്ട് ഇവരെല്ലാവരും കൂടി ബോധപൂർവ്വം ശ്രമിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് സതീശന് ഗുണകരമാണോ ഇല്ലെന്ന് ചോദിച്ചാൽ ഗുണകരമാകാം. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരികയാണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് ഗുണകരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമേജിനത് നല്ലതല്ലാതെ വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, ലീഗിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാതിരിക്കാൻ അല്ല. ലീഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. അവർക്ക് ഒരുപാട് സീറ്റുകൾ ലഭിച്ചിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ MLA-മാരുടെ അഭിപ്രായങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? നിയമസഭാ കക്ഷി നേതാവായിരിക്കുന്ന ഒരാൾക്ക് നിയമസഭയിലുള്ള MLA-മാരുടെ ഭൂരിപക്ഷം പേരുടെ അംഗീകാരം വേണമല്ലോ. വേണ്ടേ? ഘടകകക്ഷികളുടെ അംഗീകാരം വേണം, മുസ്ലിം ലീഗിൻ്റെ അംഗീകാരം വേണം. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സീനിയർ ലീഡേഴ്സിൻ്റെ അഭിപ്രായവും അംഗീകാരവും വി.ഡി. സതീശന് വേണം. എങ്കിലേ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സീനിയർ ലീഡേഴ്സൊക്കെ എതിരാവുകയും MLA-മാരെ എതിരാവുകയും ചെയ്ത് അദ്ദേഹത്തിന് ഭരണം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രം ഭരിക്കാനായിട്ട് പറ്റില്ല. അത് ശരിക്കും ഇതിനകത്ത് വേണ്ടത് എല്ലാവരുടെയും ഒരു കൺസെൻസസാണ്. എല്ലാവരും കൂടി സതീശനെ തീരുമാനിക്കുകയും സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. കോൺഗ്രസിനും നല്ലതാണ്, മുസ്ലിം ലീഗിനും നല്ലതാണ്, ഇനി ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ അവർക്കൊക്കെ നല്ലതാണ്. അതല്ലാതെ തമ്മിലടിയിലൂടെയും ഭീഷണിപ്പെടുത്തലിലൂടെയും ഇതിൻ്റെ ഒരു പരിഹാരം വന്നാൽ ആർക്കും ഗുണകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. സീനിയോറിറ്റി വൈസ് നമ്മുടെ KC വേണുഗോപാലാണ് മുൻപന്തിയിലെങ്കിലും പൊസിഷൻ വൈസൊക്കെ അദ്ദേഹം മുൻപന്തിയിലാണ്. പക്ഷേ കഴിവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സതീശനോളം KC വേണുഗോപാൽ വരുന്നില്ല പല കാര്യങ്ങളിൽ എന്ന് വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരുപക്ഷെ BJPക്ക് സഹായകരമാകുമെന്ന അഭിപ്രായം ഉയരുന്നതും സതീശന് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് പലരും മാറുന്നത്. കഴിവുകൾ എന്ന് പറയുന്നതിൽ പ്രസക്തിയൊന്നുമില്ല. കഴിവുകൾക്ക് എന്താ പ്രസക്തി? ഇവരൊക്കെ ലീഡേഴ്സ് അല്ലേ? അല്ല, ഉപതെരഞ്ഞെടുപ്പുകൾ വി.ഡി. സതീശൻ ഒരുപാട് വിജയിപ്പിച്ചു. അദ്ദേഹം ആണ് മുൻകൈ എടുത്തിട്ട് ജയിപ്പിച്ചത്. പക്ഷേ KC നയിച്ച പല തെരഞ്ഞെടുപ്പുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പരാജയമായിരുന്നു കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കഴിവിൻ്റെ പറഞ്ഞത്. അതിൽ ഒരു കഥയില്ല. കാരണം കേരളത്തിൽ ആരാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചത്? കോൺഗ്രസിനെ ജയിപ്പിച്ചത് പിണറായി വിജയനാണ്. LDF ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ അസലായിട്ട് അവർക്കിട്ട് പണിതതിൻ്റെ പേരിലാണ് അവർ തോറ്റുപോയി. കേരളത്തിലെ തിരഞ്ഞെടുപ്പൊക്കെ നെഗറ്റീവ് തിരഞ്ഞെടുപ്പുകളാണ്, പോസിറ്റീവ് അല്ല. പോസിറ്റീവ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് മാത്രമാണ്.
പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്ന് തിരഞ്ഞെടുപ്പ് പതിക്കുമ്പോഴൊക്കെ ഓരോ 5 വർഷം കഴിയുമ്പോഴും ഓരോരുത്തരെ പുറത്തിരിക്കും ജനങ്ങൾ. ഞാൻ അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പിണറായിക്കും CPM-നും CPM ഉയർത്തിയ ധാർഷ്ട്യത്തിനും എതിരായിട്ടുള്ള ആളുകളുടെ വോട്ടാണത്. ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരാളുടെ മാത്രം വിജയമായിട്ട് എഴുതിയത് ശരിക്കും പറഞ്ഞാൽ അബദ്ധമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, അതിനകത്ത് സതീശൻ തന്നെ പറയുന്നത് ടീം UDF എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണ് അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് അവർ നിന്നു, അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടി. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റക്കെട്ടാവാൻ പറ്റുന്നില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വിജയമായിരിക്കുമെന്ന് മാഷ് വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഞാൻ ഇസ്ലാമിസ്റ്റുകളുടെ വിജയമായിട്ട് ഇനി കണക്കാക്കുന്നില്ല. VD സതീശൻ വരുന്നത് എങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ വിജയമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ നാളെ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ വരാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അത് മുസ്ലിം ലീഗ് നിയന്ത്രണ രേഖയ്ക്ക് പുറത്തേക്ക് കടന്നുകൊണ്ടാണ്. മുസ്ലിം ലീഗ് സാധാരണ രീതിയിൽ UDF-നകത്ത് ലക്ഷ്മണ രേഖ കടന്നു കഴിഞ്ഞതിൻ്റെ ഫലമായി UDF-നകത്ത് മുസ്ലിം ലീഗിൻ്റെ ജോലി എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന ഒരിടമാണ്. പ്രശ്നപരിഹാരത്തിന് എപ്പോഴും UDF-നകത്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് അവരെല്ലാവരും കൂടി ആശ്രയിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെ. അത് പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നം നിർമ്മിക്കുന്ന ഒരു സംഘമായിട്ട് മുസ്ലിം ലീഗ് മാറി. ഈ വിഷയത്തിൽ അവരിടപെട്ടപ്പോഴുണ്ടായ മാറ്റങ്ങളാണ്. അവരിടപെട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കോൺഗ്രസിൽ സാധാരണയുള്ള പരിപാടിയാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള നേതാക്കന്മാരുടെ പരിശ്രമങ്ങൾ. എന്തുകൊണ്ടാണ് ലീഗ് സതീശനായിട്ട് ആഗ്രഹിക്കുന്നത്? അതെ, അതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ VD സതീശൻ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിച്ചു. പിന്നെ മുസ്ലിം ലീഗുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് തനിക്കാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വളർന്നു വരുന്നതിനിടക്കാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ എന്താ സ്ഥിതി? റിസൾട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ UDF ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത കണ്ടീഷനായി. കോൺഗ്രസ്സിന് മാത്രം 61 MLA-മാരായി പോയി. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത 3 സ്വതന്ത്രന്മാരും കൂടി 63 66ആയി. 4 പേരുണ്ടെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമായി. അതിന് മുസ്ലിം ലീഗ് ആവശ്യമില്ല. എന്നുവെച്ചാൽ മുസ്ലിം ലീഗിനെ ഒഴിവാക്കിയിട്ട് കോൺഗ്രസ് ഭരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ വരട്ടാൻ പറ്റാത്ത പൊസിഷനിലായി മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ദൗർബല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദുർബലതയിൽ നിന്നാണ് അവർ ഈ വെപ്രാള പ്രകടനങ്ങളെല്ലാം കാണിക്കുന്നതാണ് എനിക്ക് തോന്നണം. അങ്ങനെ ഞാനതിനെ വിലയിരുത്തുന്നത്. അവർക്കിപ്പോൾ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുവായാലും അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നവരല്ലേ. ഇപ്പോൾ സതീശനെ ആക്കിയില്ല, KC ആണ് വരുന്നതെന്ന് കരുതുക. ഇനിയിപ്പം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായിട്ട്. ഇന്നോടെ അറിയാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. KC ആണ് വരുന്നതെങ്കിൽ ലീഗ് എന്ത് ചെയ്യും? അല്ല, ഞാൻ സാധാരണ രീതിയിൽ ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴേ രമേശ് ചെന്നിത്തലയായാലും KC വേണുവായാലും VD സതീശനായാലും മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു പ്രത്യേകമായ ഇഷ്ടമോ അനിഷ്ടമോ ആരോടും തോന്നേണ്ട കാര്യമില്ല. KC വന്നു കഴിഞ്ഞാൽ ലീഗ് ഭയപ്പെടേണ്ടതില്ല. ഇല്ല, KC വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും സതീശൻ വന്നാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ അവരുടെ ഒരു പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങളെടുക്കുന്ന സ്റ്റാൻഡ് കോൺഗ്രസ് അംഗീകരിക്കണം എന്ന് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ടുപേർക്കും ക്ഷീണമാണ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതിൻ്റെ പുറത്തുള്ള പ്രചരണം? CPM-ഉം അതേപോലെ തന്നെ BJP ആണല്ലോ ഇതിനെതിരായിട്ട് പ്രചരണത്തിന് നിൽക്കാൻ പോകുന്നത്. അവരാദ്യം പറയാൻ പോകുന്നത് കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്നായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അജണ്ട. കീഴടങ്ങിയോ കീഴടങ്ങാതിരുന്നോളട്ടെ, മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി സംഭവിച്ച ഒരു പ്രശ്നമാണ്. ശരി, ഇടപെട്ടില്ലെങ്കിൽ പിന്നെ അത്തരം ചർച്ചകളൊന്നും വരില്ല. കോൺഗ്രസ് ചിലപ്പോൾ VD സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കിയെന്നിരിക്കും. പക്ഷെ അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ആർക്കും പറയാനപ്പോൾ പറ്റുമായിരുന്നില്ല. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടാണ് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോകാൻ പറ്റുന്ന ഇടപെടലുകൾ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്.
മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്തൊക്കെ പുതുതായിട്ട് ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാർക്ക് സ്വീകരണം നൽകാൻ പോലും ഒരു തയ്യാറില്ല. ഇവിടെ നിൻ്റെ സ്വീകരണമൊന്നും വേണ്ട, നീ നിൻ്റെ പണിക്ക് പോകും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി നീ സ്വീകരണം നടത്തുന്നൊക്കെ എല്ലാവരും പറയണം. ആ സന്ധ്യ വരികയോടൊക്കെ അവരെങ്ങനെ പെരുമാറി. അത് വലിയ ചരിത്ര വിജയം നേടിയ സ്ഥലമാണ് തൃത്താല എന്ന് പറയുന്നത്. തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ, തൃക്കാല. അപ്പോൾ തൃക്കരിപ്പൂരിൽ EK നായനാരൊക്കെ മത്സരിച്ച് CPM-ൻ്റെ കോട്ടയെന്ന് ചിത്രീകരിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ UDF ജയിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചാൽ അതൊരു അത്ഭുതമാണ്, അതൊരു ചരിത്രമാണ്. ആ ചരിത്ര വിജയം നേടിയ സ്ഥാനാർത്ഥിയെ സ്വീകരണം നടത്താനായിട്ട് ലീഗ് അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അതെന്തൊരു വൃത്തികേടാണെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ എല്ലാവരും കാണുകയും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ എങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഡൽഹിയിൽ VD സതീശന് സ്വീകരണം കൊടുക്കും. അതേ ആളുകൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പൂവി വിളിക്കുന്നു. ഒരു സ്ഥലത്ത് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് NHCIക്കാരൊന്നുമല്ല, അത് അവിടെയുള്ള മുസ്ലിം സംഘടനയ്ക്ക് എന്ത് കാര്യമില്ല. കേരളത്തിൽ വേറൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്നു. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറി. പിന്നെ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നു. കുഴൽനാടൻ ലീഗ് മിണ്ടാതിരിക്കുമെന്ന് അഭിപ്രായം പറഞ്ഞു. അതൊക്കെ ആണ്. ആ ആക്രമണം ഷാഫി പറമ്പിലേക്കും തിരിഞ്ഞിരിക്കുന്നു. കാരണം ഷാഫി അനുകൂലിക്കുന്നത് KCA-യാണ്. അതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ആ രീതിയിലേക്ക് ആ സാധനങ്ങൾ വളരാൻ കൊണ്ടുപോകാൻ ലീഗ് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒക്കെ അഴിച്ചിട്ടിരുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ജമാഅത്തിയുടെ ഭരണം, മുസ്ലിങ്ങളുടെ ഭരണം, അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? AK ബാലൻ പറഞ്ഞിരുന്ന അതാണല്ലോ. AK ബാലൻ ഇരുന്നിച്ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലോ എന്ന് കരുതി. അങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാടുണ്ടായിരുന്നോ എന്ന് ലീഗ് ആലോചിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, തെരഞ്ഞെടുപ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണം അത് അവസാനിക്കേണ്ട 5 വർഷം നീണ്ടു നിൽക്കണ്ടേ? 5 വർഷവും ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഭരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സാധ്യതയും ഈ ഇത്രയും ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ദിവസങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആളുകൾ, കുറേ ആളുകളെങ്കിലും ചിന്തിക്കും, നല്ല രീതിയിൽ UDF-നെ കൊണ്ടുവന്നവരായി അവർ ആലോചിക്കും, എന്തിനാണ് ഞങ്ങൾ UDF-നെ വോട്ട് ചെയ്തത്. മാഷ് ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ ഇത്രയും സീറ്റുകൾ നേടിയിട്ട് എന്തിനാണ് ഭയപ്പെടുന്നത്? അല്ല, അത് ഭയപ്പാടിൻ്റെ പ്രശ്നമല്ല. അത് ശരിക്കും പറഞ്ഞു ഇവരുടെ അഭിപ്രായ ഭിന്നതയുടെയും അതേപോലെ തന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന സമയത്ത് അത് ആസ്വദിക്കുന്ന സതീശനെയാണ് നമ്മൾ കാണുന്നത്. അത് പാടില്ല. അത് സതീശനെ നഷ്ടമാണ് ശരിക്കും പറഞ്ഞു അത് ആസ്വദിക്കുക എന്ന് പറയുന്നത്. കാരണം സതീശൻ ഇപ്പോൾ നേരത്തെ നമ്മളിതുവരെ കുഴപ്പത്തിലായ ഒരു നേതാവുണ്ട്, രമേശ് ചെന്നിത്തല നായരാണ്. നായരെ താക്കോൽ സ്ഥാനത്തിരുത്തുന്നു നായരുടെ പോപ്പ് പറഞ്ഞു സുകുമാരൻ നായർ, ഓർമ്മയില്ലേ? അതോടുകൂടി നാറിയതാരാണ്? രമേശ് ചെന്നിത്തല ഒരിക്കലും നായരായി കേരള സമൂഹത്തിൽ ഒരിക്കലും പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അയാളെ നായരാക്കി സുകുമാരൻ നായർ. അതുപോലെയാണ് മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിനോ വേണ്ടി ഒരു പ്രവർത്തനവും സതീശൻ നടത്തിയിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോൾ സതീശനെ മുസ്ലിം ലീഗാക്കി മാറ്റിക്കളാം. അതൊന്നും എൻ്റെ നഷ്ടം സതീശനാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ച സമാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും, വേറെ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവരങ്ങനെ ഇടപെടാൻ പാടില്ല. ഇടപെടണമെങ്കിൽ തന്നെ അവർക്ക് ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറയാനായിട്ട് മുസ്ലിം ലീഗിനെ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാം. ആരും അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പക്ഷേ തുടക്കം ഞാൻ ചോദിച്ച കാര്യത്തിലേക്കാണ് വരുന്നത്.
ഇപ്പൊ കൽപ്പറ്റ നാരായണൻ മാഷ് അല്ലെങ്കിൽ ജോയ് മാത്യുവിനെ പോലുള്ളവര്, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഇപ്പൊ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള കുറേ അധികം ആളുകൾ പിന്തുണയ്ക്കുന്നത് മുഴുവൻ ആരെയാണ്? VD സതീശനെയാണ്. KCയെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാര് മുണ്ടുപൊക്കി കാണിക്കുന്നതാണ് പറയുന്നത് പലവരും. അപ്പോ ഇസ്ലാമിസ്റ്റുകള് മാത്രമാണ് സതീശനെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ലീഗിന്റെ മാത്രം പിന്തുണയാണ് സതീശന് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളോട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റ് മതേതര ചേരിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ ആക്ഷേപിക്കുന്ന പോലെ ഉണ്ടാവില്ലേ? അതല്ല, അതിന്റെ നമ്മളാരും പറഞ്ഞില്ല അയാൾ ഇസ്ലാമിസ്റ്റ് പിന്തുണ നേടുന്നതാണ്. ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് മുസ്ലിംസ് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. മുസ്ലിം ജോയ് മാത്യുവും കൽപ്പറ്റ നാരായണനൊക്കെ VD സതീശന് വേണ്ടി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് അല്ല നേരത്തെ നമ്മൾ പറഞ്ഞ സൈസുള്ള മുസ്ലിം സംഘടനകൾ സതീശനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സതീശനെ കിട്ടുന്ന ഇമേജ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇവർ നിശബ്ദരായിരിക്കുകയും കൽപ്പറ്റ നാരായണനും ജോയ് മാത്യുവിനെ പോലുള്ള ആളുകൾ മാത്രമാണ് സംസാരിക്കുകയും ചെയ്തിരുന്നതെങ്കിൽ അതിന് വളരെ ഉയർന്ന ഒരു ഇമേജ് സതീശന് കിട്ടുമായിരുന്നു. ആ ഇമേജിനെയാണ് ടാർണിഷ് ചെയ്യുന്നത് ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകളും സംഘങ്ങളും അതിൽ കയറി കളിക്കുന്നതിന് സമയത്തുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നഷ്ടമില്ല. മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് പറ്റാതെ പോവുകയാണെന്ന് വിചാരിക്കും. ആ ഒരു കാരണം അത് നഷ്ടമാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. അതിലേതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം.